അങ്ങനെ 2-3 ദിവസത്തെ പനിക്ക് ശേഷം ഞാൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇപ്പോൾ അപ്പുക്കുട്ടനായിട്ടോ പനി വന്നാക്കുന്നത്. അപ്പുക്കുട്ടൻ ആവപ്പാട് അതേ വീർപ്പിച്ച ബലൂൺ ചുറ്റിക്കിടക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയാണ്. അമ്മുക്കുട്ടിയെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പപ്പായ്ക്കും ചെറിയ പനിയൊക്കെ ഉണ്ട് കേട്ടോ. പപ്പായും പനിയുണ്ട്. വേണ്ട അമ്മുക്കുട്ടി വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞിടക്കുകയാണ് തോർത്തിട്ട് മൂടി. വാശിയില്ല കേട്ടോ, പനി ആയത് കാരണം വാശിയിലാണ്. പനിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ ഭയങ്കര വാശിക്കാരി കേട്ടോ. ആൾ വാശിയിലിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പപ്പയ്ക്കും പനിയാണ്. എൻ്റെ അപ്പക്കുട്ടനാണ് ഇപ്പോൾ ഒട്ടും പറ്റാത്തത് കേട്ടോ. എല്ലാവരും പനിയിൽ ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. അപ്പക്കുട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പാവൻ്റെ അപ്പക്കുട്ടൻ ഒട്ടും വയ്യ, ചുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് സുഖമായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് അരി അടുപ്പെല്ലാം കിട്ടേ. പക്ഷേ ചെറിയൊരു തലകറക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണം കേട്ടോ ഈ പനി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കുളിക്കാനുള്ള വെള്ളമാണ്. അമ്മുക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചാണ്. തിളച്ച് തുടങ്ങി, വെള്ളം നല്ല ചൂടായി തുടങ്ങിയേ. അപ്പം ചോറ് ഒരുമാതിരി വേവൊക്കെ ചെയ്യുന്നുണ്ട്, വെന്ത് വരാറായി ചോറ്. അപ്പോൾ എന്താ പറയുക, ഈ പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇടങ്ങേടായി പോയിട്ട് ദേഹം വേദനയും ഒക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് എന്താ പറയുക, ജോയിൻറ്റുകളൊക്കെ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ ഈ പനി വന്നു കഴിഞ്ഞാൽ. വലിയവരെന്നില്ല ചെറിയവരെന്നില്ല എല്ലാവർക്കും ശരിക്കും അവശതയാകും കേട്ടോ. 3-4 ദിവസമായിട്ട് ഇത് ശരിക്കും ഒരു 5 ദിവസമൊക്കെ നമുക്ക് ഈ പനി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പുകുട്ടനാണെങ്കിൽ ശരിക്കും ഇപ്പോഴും പനിയുണ്ട് കേട്ടോ. അവൻ്റെ പനി അങ്ങോട്ട് വിട്ട് മാറുന്നില്ല കേട്ടോ. അവന് 106 നല്ലതായിട്ട് പനിയുണ്ട് കേട്ടോ. 106 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പനി. അതുപോലെ നല്ല പനിയായിരുന്നേ. അപ്പോൾ ഞാനും ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്കൊന്ന് ചെറിയതായിട്ടൊന്ന് സുഖമായപ്പോഴത്തേക്ക് ഞാനങ്ങ് എഴുന്നേറ്റതാണ്. അപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് പാത്രങ്ങളൊക്കെ കഴുകി അരിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. കുറച്ച് മീൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിരിപ്പുണ്ട്. 2 ദിവസമായിട്ട് മീൻ ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മീനെടുത്ത് വെട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, മീൻ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ പോകും അതിരുന്ന്. അപ്പോൾ ഇനി ആ മീനൊക്കെ ഒന്ന് എടുത്ത് വെട്ടണം. ഇതുണ്ടോ, ഇതാണ് മീൻ. ആവോലി എന്നാട്ടോ ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇത് ഉലുവ മീനാണേ. ഇവിടെ ഊലാവെന്നും കണ്ടാട്ടോ പറയുന്നത്. ഊലാവും ആവോലിയാണേ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെട്ടിക്കാ. ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നേ, പക്ഷേ അങ്ങനെ ഇടാതിരുന്നാലും ശരിയാവില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഇട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ, കാരണം ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. അത് കാരണം ഇന്നലെ പിന്നെ വീഡിയോ ഇടാതിരുന്നത്. ഈ നിറമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുക ഇരുണ്ട് തോന്നുന്നത് ഈ ടാർപ്പായ മുകളിൽ ഇങ്ങനെ നീല ടാർപ്പായ കെട്ടിയാക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു നീല കളറ്. അപ്പോൾ നമ്മുടെ പനിയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ.